അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ റബ്ബേ എന്ന് വിളിക്കാൻ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവൂല അല്ലേ? നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഒന്ന് വീഴാൻ പോകുമ്പോൾ ഇല്ലേ, എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ വായിൽ വരുന്നത് ആദ്യം ആ വിളിയാണ്, എൻ്റെ റബ്ബേ. എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ഒരു വിളിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. വെറുതെ പറയുകയല്ല, കിതാബുകളിൽ കാണാം. അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മാണ് റബ്ബ് എന്നുള്ളത്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? പരിപാലകൻ അല്ലേ? നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ബിസ്മി കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു ഹംദ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ? അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. എങ്ങനത്തെ അള്ളാഹുവാണ്? ഇവിടെ അള്ളാഹു സ്വന്തമായി വിശേഷിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ആദ്യത്തെ പദം തന്നെ റബ്ബുൽ ആലമീൻ എന്നാണ്. സർവ്വലോകങ്ങളുടെയും ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവാകുന്ന പരിപാലകനാകുന്ന അള്ളാഹു, പരിപാലിക്കുന്നവൻ. അതായത് എന്നെയും നിങ്ങളെയൊക്കെ പരിപാലിക്കുന്നത് ഈ സൃഷ്ടാവായ റബ്ബ് തന്നെയാണ് അല്ലേ? റബ്ബാണ്. ഈ റബ്ബ് എന്ന പദം ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് റബ്ബിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ കാര്യം അള്ളാഹു നടത്തി കൊടുക്കും. അതാ പറഞ്ഞത്. മഹാന്മാർ പറയുന്നുണ്ട്, യാ റബ്ബ് എന്ന്, യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ് എന്ന് ആരെങ്കിലും ഒരാൾ 204 തവണ, മഹാന്മാർ കണക്ക് പറഞ്ഞത് അങ്ങനെയാണ്, 204 തവണ എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം, അതായത് ഫർള് നിസ്കാരത്തിന് ശേഷം, ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യുക? 204 തവണ, അത് ളുഹറിനോ അസറിനോ മഗ്രിബിനോ ഇശാനോ സുബഹിക്ക് എപ്പോഴാണ് പറ്റുന്നത് സമയം പോലെ 204 തവണ എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിയിട്ട് നിരന്തരം പതിവാക്കുകയാണ് എങ്കിൽ അത് ഒരാഴ്ച തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിയത്ത് വെക്കേണ്ടത്, എനിക്കിത് ഖൈറാണ് എങ്കിൽ നടന്നു കിട്ടണമെന്ന ഒരു കാര്യം ഉദ്ദേശിച്ചു, അത് ഖൈറാണ് എങ്കിൽ എനിക്കത് സാധിപ്പിച്ച് കിട്ടണം. ഈ ഒരു നിയത്തോട് കൂടിയിട്ട് ഒരാഴ്ച തുടർച്ചയായിട്ട് ഏതെങ്കിലും ഒരു വക്കത്തിന് ശേഷം, സുബഹിക്കോ ളുഹറിനോ അസറിനോ ഏതെങ്കിലും വക്കത്തിന് ശേഷം 204 തവണ യാ റബ്ബ് എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ഇരന്നു കഴിഞ്ഞാൽ ആ ദുആഇന് ഇജാബത്ത് ലഭിക്കുകയും ആ കാര്യം നടന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ കാരണം റബ്ബ് എന്ന് പറഞ്ഞാൽ വെറുതെ ഖാലിഖ്, പടച്ചുണ്ടാക്കി വിടുക എന്ന് മാത്രമല്ലല്ലോ. അള്ളാഹു എന്നുള്ളത് നമ്മളെ പടച്ച് ഓക്കെ ഇനി പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോട്ടെ എന്നല്ലല്ലോ. മറിച്ച് എന്ത് ചെയ്യുക? നമുക്ക് വേണ്ട അന്നം തരുന്ന, നമുക്ക് വേണ്ട വെള്ളം തരുന്ന, നമ്മൾ ശ്വസിക്കുന്ന വായു നമുക്ക് നൽകുന്ന, അതുപോലെ നമുക്ക് ആവശ്യമുള്ള സർവ്വതിനെയും നമ്മുടെ ചുറ്റുഭാഗത്തും സൃഷ്ടിക്കപ്പെട്ട ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ ഇല്ലേ, നമുക്ക് വേണ്ടിയിട്ടാണ് സർവ്വതിനെയും അള്ളാഹു പടച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മെ ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളതുപോലെ ആവശ്യമുള്ള അനുസരിച്ച് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഞാനിങ്ങനെ വലിക്കുന്ന ശ്വാസം അത് കുറച്ചുകൂടെ കൂടുതൽ വലിക്കണം എന്ന് വിചാരിച്ചാൽ എന്നെക്കൊണ്ട് സാധിക്കൂല. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് വിചാരിക്കുകയാണ് ഞാൻ ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്ന ശ്വാസം സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യണമെന്ന്. നമുക്ക് എത്ര നേരം ചെയ്യാൻ കഴിയും? കുറഞ്ഞ നേരം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കിതയ്ക്കുകയും ക്ഷീണിക്കുകയും ചെയ്യും ഇല്ലേ? അതുമാത്രമല്ല, അതിൻ്റെ കൃത്യമായ അളവ് നമുക്കറിയില്ല. ഒരാളിങ്ങനെ വലിച്ചു, എവിടം വരെ വലിച്ചു നിർത്തണമെന്ന് നമുക്കറിയില്ല. ഇനി പുറത്തേക്ക് തള്ളി, അത് എവിടം വരെ തള്ളണമെന്ന് നമുക്കറിയില്ല. എന്നാലോ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് എത്രയോ തവണ നമ്മളിത് ശ്വസിച്ച് പുറത്തേക്ക് തള്ളുന്നുണ്ട്. അപ്പോൾ ഇത് റബ്ബിനറിയാം കൃത്യമായി എത്ര നൽകണമെന്ന്. അപ്പോൾ ഇങ്ങനെ പരിപാലിക്കുന്നവനായ അള്ളാഹു, അതാണ് ഈ റബ്ബ് എന്നതിൻ്റെ അർത്ഥം. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഫത്തഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കുമുള്ള ഒരു പരിഹാര മാർഗമായിട്ട് മഹാന്മാർ പഠിപ്പിച്ച ഒരു മഹത്തായ ഇസ്മ കൂടിയിട്ടാണ് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ റബ്ബ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.